എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു വിഷ്വൽസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു മാങ്ങ, അപ്പോൾ അത് മാങ്ങ കണ്ടാൽ നമുക്ക് പറയാൻ കഴിയില്ല. ഇത് നമ്മുടെ കറുത്ത മൂവാണ്ടൻ എന്ന് അറിയപ്പെടുന്ന ഒരു പ്രാദേശിക ഇനം, നമ്മുടെ നാടിൻ്റെ തനതായിട്ടുള്ളൊരു മാവിൻ്റെ വെറൈറ്റിയാണ് കറുത്ത മൂവാണ്ടൻ. ഇത് കൊല കുത്തി കായ്ക്കും. മാവിൽ നിറയെ മാങ്ങകൾ പിടിക്കും. കൂടാതെ ഇതിന് പച്ചയിൽ ഭയങ്കരമായിട്ടുള്ള പുളിയായിരിക്കും. നല്ല ഫ്ലഷിയാണ്. പഴുത്ത് കഴിഞ്ഞാൽ മാരക മധുരമാണ്. അപ്പം അങ്ങനത്തെ ശരിക്കും പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമുള്ള, നല്ല മണമുള്ള, നല്ലൊരു നാടൻ വെറൈറ്റി മാങ്ങയാണിത്, കറുത്ത മൂവാണ്ടൻ. പിന്നെ വെള്ള മൂവാണ്ടൻ എന്ന് പറഞ്ഞ മറ്റൊരു പ്രാദേശിക ഇനമുണ്ട്, അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ അതിലും ഇതേപോലെ കൊലകുത്തി കായ്ക്കുന്ന ഒരു മാവാണ്. ഇതിനെ കറുത്ത മൂവാണ്ടൻ എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത്. രണ്ട് മാങ്ങ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു മാവിൽ നിന്ന് പറിച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പഴുത്തിട്ടില്ല. ഇപ്പം ജസ്റ്റ് ഞാൻ പറിച്ച് എടുത്തതാണ്. ശരിക്കും പഴുത്തിട്ടില്ല. അപ്പോൾ ശരിക്കും പഴുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല റെഡ് കളറായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല റെഡ് കളർ ഉണ്ടാവും. അപ്പോൾ ഇതൊരു കഴിച്ച് കഴിയുമ്പോൾ നല്ല മധുരമാണിത്. തൊലിയോടുകൂടി കഴിക്കാം. ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇത് ഒരുപാട് കഴിച്ചിട്ടുള്ളൊരു മാങ്ങയുടെ വെറൈറ്റിയാണ്, നാടൻ വെറൈറ്റിയാണ്. നല്ല മധുരമാണ്, നല്ല ഒരു ടേസ്റ്റാണ്. തൊലിയോടുകൂടി നമുക്ക് കഴിക്കാം ഒരു നാടൻ മാവ്. അപ്പോൾ നമ്മൾ കുറച്ച് കാലമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് എക്സോട്ടിക് പ്ലാന്റുകൾ, മറ്റ് വിദേശ ഇനം മാവുകൾ നട്ട് പരിപാലിക്കുന്ന ഒരുപാട് നഴ്സറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ തനതായിട്ടുള്ള ഇനം കൂടി നമ്മൾ പരിപാലിച്ച് പോകേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു മാവ് പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ടായിരുന്ന മാവുകളാണ്. ഓരോ തറവാട്ടിന് മുറ്റത്തും ഇത്തരത്തിലുള്ള മാവുകൾ ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇപ്പം കുറേ കാലമായിട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ എല്ലായിടത്തും ഈ മാങ്ങ കാണാറില്ല. ഇതിപ്പോൾ ഞാൻ കണ്ണൂർ ഉള്ള സമയത്ത് നമ്മുടെ അടുത്തുള്ള കുറച്ച് വീടുകളിൽ ഈ ഒരു മാവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു വിഷ്വലാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ മാവിൻ്റെ ഒരു മാങ്ങയാണിത്. ഇതിൻ്റെ തൈകളൊന്നും അങ്ങനെ ലഭ്യമല്ല. എങ്കിലും സാധാരണ ഇതിൻ്റെ വിത്ത് മുളച്ച് വന്ന തൈകൾ ഏതാണ്ട് ഒരു 5 വർഷം 6 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് കായ്ക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെ ഭയങ്കര വലിപ്പം വെക്കുന്ന മാവുമല്ല, വളരെ സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യുന്നൊരു മാവാണ്. പക്ഷെ പൂത്ത് കഴിയുമ്പോൾ നിറച്ചും കായ്ക്കളുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതിന് ഒരിക്കലും പുഴുക്കുത്തുണ്ടാവില്ല. ഈച്ച മുട്ടയിട്ട് പുഴു പിടിക്കാത്തൊരു മാങ്ങയാണിത്. പച്ചയ്ക്ക് മാരക പുളിയാണ്, പഴുത്ത് കഴിയുമ്പം അതേപോലെ മാരകമായിട്ടുള്ള മധുരവുമാണ്.